ഞാൻ നേരത്തെ പറഞ്ഞു ഹോസ്റ്റലർ എന്ന സിനിമയുടെ സക്സസ് മീറ്റാണ് ഇവിടെ ട്രിവാൻഡ്രം ലുലു മാളിൽ വെച്ച് നടക്കുന്നത്. എനിക്കൊന്ന് ജയറാമണ്ണെ അധികം ട്രിവാൻഡ്രത്ത് ഈ നമുക്കിതില് എല്ലാവരും ഒരുമിച്ച് സംസാരിക്കാനൊക്കെ വളരെ കുറച്ചുകൂടെ രസം തോന്നിയതാണ്. എല്ലാവർക്കും വണക്കം. എൻ്റെ പേര് ഷെജി. കുറേ പേര് കോമൺ ആയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ തമിഴാണോ? ഞാൻ തമിഴനല്ല, ഞാൻ നല്ല തൃശ്ശൂരുകാരനാണ്, നല്ല മലയാളിയാണ്. ഞങ്ങളുടെ കഥാപാത്രങ്ങളെല്ലാം സ്വീകരിച്ചതിനും ഞങ്ങളുടെ സിനിമ വളരെയധികം വിജയകരമാക്കിയതിനും എല്ലാവരും നന്ദി. മിഥുൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ചേട്ടാ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോസഫ് മാത്യൂസ് എന്നാണ്. ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യം എല്ലാവർക്കും. ഇതിലേക്ക് എന്നെ വിളിച്ച മിഥുൻ സാറിൻ്റെ അസോസിയേറ്റ് രാഹുൽ, അതുപോലെ നമ്മുടെ ഡയറക്ഷൻ ടീമിലെ പ്രിൻസ് ഏട്ടൻ, രജീഷ് ഏട്ടൻ, ആലൻ, ഒരുപാട് പേര്. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു മിഥുൻ സാർ, ആൻഡ് താങ്ക് യു ജയറാമേട്ട. ആ പൂമാനമായിട്ട് ഒരു വരി എങ്ങനെ ഇരിക്കും? പൂമാനമേ മനോഹരമായിട്ട് നിതിൻ കെ ശിവ പാടിയിട്ടുണ്ട്. ഇനി ഞാനത് കൊണാക്കും. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആഡം സാബി. എൻ്റെ ശബ്ദത്തിൽ ഇപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. എൻ്റെ ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഒരു സിനിമ ആഗ്രഹിച്ചത് ജയറാമേട്ടനും മമ്മൂക്കയും അവരുടെ സിനിമയിൽ ഒരു നല്ല കഥാപാത്രം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഡ്രീമായിട്ട് പോലും വെച്ചിട്ടില്ലായിരുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചേക്കണേ. അതിലൊരുപാട് സന്തോഷം ഈ നിമിഷത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇപ്പൊ രണ്ടാമത്തെ തവണ ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപാണ് ഓംസ് വരെ എത്തി നിൽക്കുകയാണ്. നിങ്ങൾ ഈ കൂടി നിൽക്കുന്ന ഓരോരുത്തരും തന്ന പ്രോത്സാഹനവും ടിക്കറ്റിന് വേണ്ടി മുടക്കിയ പണവുമാണ് ഈ വേദിയിൽ ഞങ്ങളെല്ലാവരെയും ഇവിടെ നിർത്തുന്നത്. രണ്ടുമുണ്ട്, നിങ്ങളുടെ പ്രോത്സാഹനമുണ്ട്, നിങ്ങളുടെ എന്റർടൈൻമെന്റിന് വേണ്ടി നിങ്ങൾ ചിലവാക്കുന്ന പണവുമുണ്ട്. അപ്പം അത്തരം പ്രോത്സാഹനങ്ങളിലൂടെ നിങ്ങൾ വിജയിപ്പിച്ച അബ്രഹാം ഓസ്ലർ ഒരു വലിയ വിജയമായിരിക്കുകയാണ്. അപ്പം അതിന്റെ സന്തോഷം നിങ്ങളുടെ കൂടെ പങ്കുവെക്കാനും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നേരിട്ട് അറിയാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ തിരുവനന്തപുരം ലുലുവിന്റെ ഈ വലിയ സെൻട്രൽ സ്റ്റേജിൽ നിൽക്കുന്നത്. ബന്ധം വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചിത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും എന്റെ മനസ്സ് മുഴുവൻ ഈ കൊച്ചു കേരളത്തിലായിരുന്നു. എന്നെങ്കിലും ഒരു ദിവസം എന്നെ തേടി ഒരു കഥ വരും. എന്നെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് മുമ്പായിട്ട് എനിക്കത് അവതരിപ്പിക്കാൻ കഴിയും. വീണ്ടും തിയേറ്റർ ജനങ്ങളിലേക്ക് വരികയും എന്നെ പഴയ പോലെ സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ളത് എന്റെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസമായിരുന്നു. 100% എന്റെ ആ വിശ്വാസം, എന്റെ മനസ്സിലുള്ള വിശ്വാസം സത്യസന്ധമായതുകൊണ്ടാവാം വീണ്ടും എന്നെ തേടി മിഥുൻ മാനുവൽ ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കാണാനെത്തുകയും ഹോസ്റ്റലർ എന്ന കഥാപാത്രം എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അന്ന് തന്നെ എനിക്ക് മനസ്സിൽ വിശ്വാസമുണ്ടായിരുന്നു, വീണ്ടും മലയാളികളുടെ ഇടയിലേക്ക് എനിക്ക് ധൈര്യപൂർവ്വം നടന്നു വരാൻ കഴിയും എന്നുള്ളത്. ആദ്യ ദിവസം തന്നെ ഹോസ്റ്റലർ തിയേറ്ററുകളിലെത്തി. പല തിയേറ്ററുകളിലും കേരളത്തിലുള്ള പല സെന്റേഴ്സിലും ഞങ്ങൾ എല്ലാവരും യാത്ര ചെയ്തു. അവിടെ ചെല്ലുമ്പോൾ കാണാൻ കഴിഞ്ഞത് എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതിയ എൻ്റെ അമ്മമാരും എൻ്റെ സഹോദരിമാരും സഹോദരന്മാരും കുഞ്ഞുങ്ങളും എല്ലാവരും അടക്കം കുടുംബസമേതം മക്കളെ എന്ന് പറഞ്ഞ് ഓടി വന്ന് അടുത്ത് ചേർത്ത് പിടിക്കുന്ന എൻ്റെ അമ്മമാരെയൊക്കെ തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനവുമാണ്. അതിന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എത്ര നന്ദി പറയണമെന്നുള്ളത് എനിക്കറിയില്ല. ഇവിടെ ഉണ്ട്. മമ്മൂക്ക ഫാൻസിന്റെ ആളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ്.
ചേട്ടാ ഒരു സെക്കൻഡ്, ഒരു രണ്ട് ഇതുണ്ട്.